എന്താ കല്യാണി കരയുന്നേ? സുജാത ഇവളുടെ കറണ്ടടിച്ചോ? എന്താ വിഷയം? ഞാൻ കുറെ നേരമായി നിങ്ങളെ ശ്രദ്ധിക്കുന്നു. എന്താ സുജാത പ്രശ്നം? ഒന്നുമില്ല മേഡം. എന്റെ അനുജത്തിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടു. അത് കേട്ട് കല്യാണിക്കും കരച്ചിൽ വന്നു, അത്രേ ഉള്ളൂ. അതിന് കല്യാണി കരയുന്ന എന്തിനാ? കല്യാണിക്ക് ചെറിയ കാര്യം മതിയല്ലോ, കരച്ചിൽ വരും. കല്യാണി കിച്ചണിലേക്ക് ചെല്ല്. കല്യാണി, ആന്റി, ആന്റി, ആന്റി. ആന്റി വെന്റിലേറ്ററിലൊന്നും അല്ലടി, ഒച്ച കുറച്ച് വിളിച്ചാ മതി, അലറണ്ട. ഞാനൊരു സംഭവം കണ്ടു, പറയട്ടെ? എലിയെ കണ്ട കാട്ടുപോത്തിനെ കണ്ടു എന്ന് പറയുന്നവളാ നീ. എന്നാലും വന്നതല്ലേ, പറ. കഥയൊന്നും ഇല്ലെങ്കിലും വെറുതെ ചിരിക്കാലോ. എന്തോ കുഴപ്പമുണ്ട് ആന്റി. ആ, നിനക്കെന്തോ കുഴപ്പമുണ്ട്? നീ കാര്യം പറയടി, എന്നിട്ടല്ലേ കുഴപ്പമുണ്ടോ കുഴപ്പമില്ലയോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. കല്യാണിയും സുജാതയും തമ്മിൽ എന്തോ രഹസ്യം, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ശരി ആന്റി. അവര് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ അവിടെ ചെന്നു. എന്നെ കണ്ടപ്പോ അവര് സംസാരം നിർത്തി. ഞാൻ കല്യാണി കരഞ്ഞതിന്റെ കാര്യം എന്താന്ന് തിരക്കിയപ്പോ രണ്ടുപേരും കൂടി ഉരുണ്ടു വിളിക്കുവാ. എന്നാ ഇനി സംശയിക്കണ്ട, ഉറപ്പായി എന്തോ കുഴപ്പമുണ്ട്. അത് കണ്ടെത്തിയേ പറ്റൂ. ആദ്യം അവളുടെ സീമന്തരേഖ ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് വേണം രേഖാമൂലം അവളെ പിടിക്കാൻ. ഇതങ്ങനെ വിടാൻ പാടില്ല. നീ വാ. എന്താ? ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? എന്താ മാഡത്തിന് വേണ്ടത്? ഇവളോട് ചോദിക്കേ, ഇവക്കാ വേണ്ടത്. കുറച്ച് എണ്ണ പലഹാരം ഉണ്ടാക്കി കൊടുക്ക്, കൊളസ്ട്രോൾ വന്ന് ചാവട്ടെ. ആന്റി, എനിക്കൊന്നും വേണ്ട. ദാസേട്ടാ, ദാസേട്ടാ. ദാസേട്ടൻ ഇവിടെ ഇല്ലേ? എന്താ സുജാതേച്ചി? ദാസേട്ടൻ ഇവിടെ ഇല്ലേ അനിയൻകുട്ട? പുറത്ത് കടയിലേക്ക് പോയതാ, ഇപ്പൊ വരും. ആ വരട്ടെ, എനിക്ക് ദാസേട്ടനെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. ഓ ചേച്ചി ഇരിക്ക്, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അനിയൻകുട്ടൻ പോയി പഠിച്ചോ. ഒന്നും സാരമില്ല, എന്നോട് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ. സുജാത പറയ്. അത് കല്യാണിയുടെ ഒരു കാര്യമാ. കല്യാണിയുടെ കാര്യോ? ദാസേട്ടനെ കണ്ട കാലം മുതൽ ഒരച്ഛന്റെ സ്ഥാനമാ ഞാൻ ദാസേട്ടന് നൽകിയിരിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവുമാ എനിക്ക് നിങ്ങളോട്. അതുപോലെ തന്നെയാ കല്യാണി എനിക്ക് എന്റെ കൊച്ചനുജത്തിയാ. അപ്പോ ഇതുപോലൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വലിയ തെറ്റുകാരിയാകും. സുജാത പറഞ്ഞു വെച്ച് നോക്കുമ്പോ കല്യാണി എന്തോ കുറ്റം ചെയ്ത മട്ടുണ്ടല്ലോ. ആരാ കല്യാണിക്ക് സാരി എടുത്തു കൊടുത്തേ? ദാസേട്ടാ, ഈ പ്രശ്നം സമാധാനത്തോടെ കൈകാര്യം ചെയ്യണം. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് സത്യം അറിഞ്ഞാ മതി, അത് പറ. കല്യാണിക്ക് സാരി വാങ്ങിക്കൊടുത്തത് ആനന്ദ് സാറാണ്. അന്നേ ആ വിഷം കൊടുത്ത് അവളെ കൊല്ലേണ്ടതായിരുന്നു. അത് ചെയ്യാതിരുന്ന എന്റെ തെറ്റ്.
ദാസേട്ടാ അരുത്, ദാസേട്ടാ. ആരതൊക്കെ ആനന്ദ് സാർ സാരി വാങ്ങി തന്നെന്ന് പറഞ്ഞ അച്ഛൻ കോപിക്കുമെന്ന് കരുതിയാ അവൾ നുണ പറഞ്ഞത്. അതിന്റെ സത്യം എന്താണെന്ന് അറിയിക്കാനാ ഞാൻ ദാസേട്ടന്റെ അടുത്ത് വന്നത്. ദാസേട്ടൻ ഇങ്ങനെ കോപിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സമാധാനപ്പെടു ദാസേട്ടാ, എനിക്കും പറ്റി മണ്ടത്തരം. ദാസേട്ടൻ ഇത് ഇത്രയും വലിയ കാര്യമാക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് ദാസേട്ടനോട് പറയില്ലായിരുന്നു. സുജാതേച്ചി, എനിക്ക് അമ്മയില്ല. എന്റെ അമ്മയല്ല എന്റെ ചേച്ചിയാ. എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് സുജാ ചേച്ചി കാര്യം ആരോടും പറയരുത്. നീ കരയാതെ വീട്ടിലേക്ക് പൊക്കോ. ചെല്ല. ഹലോ. ആ എന്നല്ലേ ആന്റി വിട്ടോ. ഞാൻ തൃച്ചംബരത്തിന്റെ മഹാറാണി ആയാൽ പിന്നെ എന്റെ ഏറ്റവും വലിയ ശത്രു ഇവളായിരിക്കും. ഇവള് കരിമൂർഖനാണെങ്കിൽ ഞാൻ രാജവെമ്പാലയാ. ഒരുങ്ങിയിരുന്നോ, നിന്റെ ഞരമ്പുകളിൽ നിറയ്ക്കാനുള്ള വിഷം കരുതി വെച്ചിട്ടുണ്ട് ഞാൻ. പറഞ്ഞോ. ആ കല്യാണി, ഇഡലിയുടെ മാവുണ്ടാവല്ലോ. ഉണ്ട്. ആദ്യം കുറച്ച് ഉലുവയും അവിലും വെള്ളവും കൂടി മിക്സിയിലിട്ട് അടിച്ച് മാവിലങ്ങ് ചേർക്കണം. എന്നിട്ട് മാവങ്ങ് മാറ്റി വെച്ചിട്ട് മസാല ഉണ്ടാക്കണം. ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് അത് ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് പാൻ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണയും കടുകും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കുറച്ച് കടലപ്പരിപ്പും 1 കഷ്ണം ഇഞ്ചിയും പിന്നെ 5 മുളകും കറിവേപ്പിലയും സവാളയും ചേർത്ത് നന്നായി ഇത് ഇളക്കിയെടുക്കണം. കല്ല് നന്നായി ചൂടാകുന്ന സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവെടുക്കണം. അത് ദോശക്കല്ലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. ആ കല്യാണി, 1 പീസ് നെയ്യ് അതിന്റെ മുകളിൽ വെക്കുന്ന കാര്യം മറക്കരുത്. നല്ല പോലെ മൊരിഞ്ഞ ദോശയായി പെട്ടെന്ന് വാ കല്യാണി. ഓക്കെ സുബ്രേട്ട, അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് വരാം. ശരി കല്യാണി. നിന്റെ അനിയത്തി വന്നല്ലോ മസാല ദോശയായിട്ട്. ഹായ് ഹായ്. ഹായ് ഹായ്. മസാല ദോശയുടെ ഒരു മണം, നല്ല മൊരിഞ്ഞ പേപ്പർ റോസ്റ്റ് പോലത്തെ. ഹായ്, മസാല ദോശ. ഇനിയിപ്പോ ഇത് ഞാൻ കഴിക്കാൻ പോവാ. നല്ല വിശപ്പ്. എടാ, ഞാനത് കല്യാണിയോട് ഓർഡർ ചെയ്തപ്പോ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ മസാല ദോശ വേണോന്ന്? അന്നേരം വിശപ്പില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ല വിശപ്പ്. ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായൊരു നിമിഷം ഉണ്ടെങ്കിൽ അത് ഈ നിമിഷമാണെന്ന് ഞാൻ പറയും. ഇത്രയും രുചിയുള്ളൊരു മസാല ദോശ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരുപാട് രുചിയൊന്നും വേണ്ട. വലിയ നമ്മുടെ കല്യാണക്കാര്യം സുജാതേച്ചി അറിഞ്ഞു. സുജാതയോ? അതെങ്ങനെ? കടലോളം
കടലാവുമ്പോ ഇങ്ങനെ തിരയിളക്കൊക്കെ ഉണ്ടാവും. അത് സാരമില്ല, എല്ലാം ശരിയാവും. ആ ഒരു പ്രതീക്ഷയിലാ ഞാനും ഇപ്പൊ ജീവിക്കുന്നത്. ശരി. ഇതെന്താ ഇത്? ഇഡലിയോ അതോ റബ്ബർ പന്തോ? ഇതൊരിക്കലും കല്യാണി ഉണ്ടാക്കിയതാവില്ല. രാവിലെ ഈ തൊടലി കഴിക്കണ്ടെന്ന് വെച്ചാ കല്യാണിയുടെ കൈപുണ്യത്താൽ ഒരു മസാല ദോശ കഴിച്ചേക്കാന്ന് വിചാരിച്ചത്. ആ മോഹം വടി കുത്തിപ്പിരിഞ്ഞു. ഇത് കഴിക്കാനും വയ്യ, കഴിക്കാതിരിക്കാനും വയ്യാത്ത അവസ്ഥയിലാണല്ലോ എന്റെ കൃഷ്ണ. കല്യാണി, ആനന്ദ് മസാല ദോശ കഴിച്ച വേലകളില്ലെങ്കിൽ പ്രേമത്തിന് എന്താ ഒരു രസമേ? ജ്യൂസ് റെഡി. കെടുത്താ പെട്ടെന്ന് കേട്ടാ. അതങ്ങനെ ഷിഫ്റ്റായി. ഭയങ്കര വേദനയുണ്ട് വലിയ. പിന്നെ അതെ, ഈ വലത് കൈയിന്ന് പെടലി വഴി ഇടത് കൈയിലേക്ക് ഷിഫ്റ്റായി. 12 മക്കളിൽ ഭ്രാന്തനായി നടന്ന നാറാണത്ത് ഭ്രാന്തന്റെ വലതുകാലിലെ മന്ത് ഒരു സുപ്രഭാതത്തിൽ ഇടതുകാലിലേക്ക് മാറിയ ഐതിഹ്യം കേട്ടിട്ടില്ലേ? അതുപോലെ ഈ മാറ്റോ. പക്ഷെ കല്യാണി, ഇത്തരം വേദനകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് 3 ഷിഫ്റ്റ് ആയിട്ടേ വരൂ. നീ ഇഡലിയും ജ്യൂസും ഒക്കെ കഴിച്ചില്ലേ? ഇനി പോയട്ടെ, പോ. മാറുന്നുണ്ടോ? പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ആഹാ, എന്നെ കെട്ടിയോടെ എന്റെ അരികിൽ എപ്പോഴും നീ ഉണ്ടായിരിക്കണം. അത് മാത്രം എന്റെ സ്വപ്നം. പറഞ്ഞു കൊടുക്കോ? വെളിപ്പെടുത്തമ്മേ, നീ തന്നെ കാക്കണേ. കല്യാണിയെയും വേണം, അഖില മാഡത്തിനെയും വേണം. ഞാൻ എന്താ വേണ്ടത്? സുജാതേച്ചി, എന്താ ആലോചിക്കണേ? നന്നായി ആലോചിക്കേണ്ട കാര്യങ്ങളാണല്ലോ ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. കല്യാണി, അഖില മാഡം എന്റെ ജീവിച്ചിരിക്കുന്ന എന്റെ ദൈവമാണ്. കഷ്ടപ്പാടുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നുമൊക്കെ എന്നെ എപ്പോഴും രക്ഷിച്ചിട്ടുള്ളത് അഖില മാഡമാണ്. നീയും ആലോചിക്കണമായിരുന്നു കല്യാണി, നീയും ആലോചിക്കണമായിരുന്നു. നിന്നെ മോളെ പോലെ കരുതുന്ന അവരോട് നീ ഈ ചതി ചെയ്യരുതായിരുന്നു. നിന്റെയും കൂടി നന്മയ്ക്കാണെന്ന് കരുതിക്കോ. എനിക്കിത് പറഞ്ഞേ പറ്റൂ. ഇനി മാറ്റിവെക്കുന്നില്ല. എന്താ ഇത്?
എന്തോ സംഭവം ഉണ്ടല്ലോ. ഇവരുടെ മട്ടും ഭാവമൊക്കെ കണ്ട കല്യാണിയെ പറ്റി സുജാത അഖിലാന്റിയോട് എന്തോ പറയാൻ പോകുന്ന ലക്ഷണമൊക്കെ ഉണ്ടല്ലോ. ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. എന്താ സുജാത? മാഡം, അത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ സുജാതയ്ക്ക്? ഉണ്ട് മാഡം. ആ ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറയൂ. സുജാതെ, എന്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. ശരി സർ. സുജാതെ, ഒന്ന് വേഗം വേണം. ഇതാ വരുന്നു സർ. സുജാത അറിഞ്ഞത് തെറ്റാണെങ്കിൽ കല്യാണിയല്ല ആ തെറ്റ് ചെയ്തത്, ഞാനാ. കല്യാണിയെ സ്നേഹിച്ചത് ഞാനാ. നിർബന്ധപൂർവം ജീവിതത്തിലേക്ക് കൂട്ടിയതും ഞാൻ തന്നെ. സുജാതയ്ക്ക് അറിയാമോ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്. ഞാൻ എന്റെ സ്നേഹം അറിയിക്കുമ്പോഴൊക്കെ കല്യാണി ഒഴിഞ്ഞു മാറിയായിരുന്നു. ഇക്കാര്യത്തിൽ 100% കല്യാണി നിരപരാധിയാണ്. ഒടുവിൽ കല്യാണി ഇല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് കല്യാണി ഇതിന് സമ്മതിച്ചത്. അതുകൊണ്ട് ഇവളെ എങ്ങനെ കുറ്റക്കാരിയാക്കും? സർ, എനിക്ക് അഖില മാഡത്തിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് ഈ വിവരം മറച്ചു വെക്കരുതെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ആവാം. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ ചെയ്തത് തെറ്റായിരിക്കാം. പക്ഷേ ആ തെറ്റ് എനിക്ക് വലിയൊരു ശരിയാ. സുജാത ഇതിപ്പോ ചെന്ന് അമ്മയോട് പറഞ്ഞ അത് കല്യാണിയുടെ ജീവന് തന്നെ ആപത്തിലെത്തിക്കും. കല്യാണി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് മാത്രമായിട്ടൊരു ജീവിതമില്ല. ഇനി എന്ത് വേണമെന്ന് സുജാതയ്ക്ക് തീരുമാനിക്കാം. ഓഫീസ് കാര്യങ്ങൾ കഴിഞ്ഞ ഉടനെ ഒരു 10 മിനിറ്റ് പോലും വൈകാതെ പാഞ്ഞെത്തിയില്ല എന്റെ പ്രിയപ്പെട്ടവളെ കാണാൻ. ആ അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. ഭർത്താവ് അടുത്തില്ലെങ്കിൽ വന്നില്ലല്ലോ. ഭർത്താവ് ഇനി എവിടെയെങ്കിലും പോവാതെ കൂടെ ഇരുന്നാലോ? നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ മനുഷ്യ എന്നാണ് ഭാവം. ആ അതാണ് പെണ്ണിന്റെ സൈക്കോളജി. അതൊക്കെ പഴയ സൈക്കോളജി അരവിന്ദൻ. ഇപ്പൊ അതൊക്കെ മാറി. ഇതുപോലെ ഭർത്താവിനെ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളുടെ അവസാനത്തെ തലമുറയിലുള്ള പെണ്ണ് ഒരുപക്ഷെ ഞാനായിരിക്കും. അയ്യോ, പിണങ്ങാതെ എന്റെ ഡാർലിംഗ്. ഞാനേ ഒരു 10 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിലേ നിനക്കൊരു കാര്യം വാങ്ങാൻ വേണ്ടിട്ട് തട്ടുകടാ. ദം ബിരിയാണി മാത്രമേ ഉള്ളൂ, അത് രാത്രിയിൽ മാത്രം. എങ്ങനെയുണ്ട്? എടി, അവിടുത്തെ ബിരിയാണിക്ക് ഭയങ്കര പേരാ. അത് മേടിക്കാനേ അങ്ങ് കാസർഗോഡ് നിന്ന് ഒരാൾക്കാർ വരും. നീണ്ട ക്യൂവാ. ശബരിമലയിൽ അരവണ മേടിക്കാൻ പോലും ഞാൻ ഇത്ര ക്യൂ കണ്ടിട്ടില്ല സത്യമായിട്ടും. പിന്നെ ആ അപ്പോ ആ നീണ്ട ക്യൂവിൽ നിന്ന് ഞാൻ എന്റെ നന്ദനയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നത് ഈ ബിരിയാണി. പായ്ക്കട റോഡ് ആലോചിക്കുമ്പോ തന്നെ ആ ലൊക്കേഷൻ കേട്ടപ്പോഴേ എനിക്ക് 4-ാം കിട ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഒരു പുകഴ്ത്തല്. ഹോട്ടലിന്റെ പേര് കണ്ടിട്ടോ ലൊക്കേഷൻ അറിഞ്ഞിട്ടോ അതിന്റെ മൂല്യം നിശ്ചയിക്കരുത്, മനസ്സിലായ? എടീ, പുറം മൂടി കണ്ടിട്ട് ഒന്നിന് വിലയിരുത്തരുത് കേട്ടോ. മുകളിലായിട്ട് കൊള്ളാം, പക്ഷെ രണ്ട് രുചിയാണ്.
എന്റെ നന്ദനക്കുട്ടി ഇതൊന്ന് കഴിച്ചു നോക്കി അറിയാം. സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാട്ട് രുചി അതിന്. എനിക്ക് വേണ്ട. ചെന്തു എടി, ആഹാരത്തിന് വേണ്ടത് രുചിയാ, കഴിക്കുമ്പോ തൃപ്തിയും. ഇത് രണ്ടും കിട്ടണമെങ്കിലേ ഇങ്ങനെയുള്ളടത്ത് തന്നെ കഴിക്കണം. വാ കഴിക്കാം. എനിക്ക് വേണ്ട. എടി വാടി, ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. വേണ്ട. ഇങ്ങോട്ട് വാടി, നമുക്ക് ഇങ്ങനെ കഴിക്കാം. അരവിന്ദു ഇത് കഴിക്കണ്ട, പോ അവിടുന്ന്. തൽക്കാലം പൊതിഞ്ഞു വെക്കാം. ബിരിയാണി പുച്ഛിക്കുന്നവര് കഴിക്കണ്ട. ഒട്ടി ഇടി വെച്ചു കൊടുത്തോണ്ടല്ലോ. കഴിച്ചില്ലല്ലേ? ഇയാളെയാണല്ലോ. ദുഷ്ടൻ, ഒരെണ്ണം കൂടി വാങ്ങിയില്ല. ദൈവത്തിന്റെ തീരുമാനമേ നടക്കൂ. സുജാതേച്ചി, നീ പേടിക്കണ്ട, എല്ലാം ശരിയാവും. ശിവരാമകൃഷ്ണ സാറ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് തന്നെ മഹാഭാഗ്യം. അദ്ദേഹം അഖില മാഡത്തിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കും, തീർച്ച. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാകാനുള്ള ഭാഗ്യം ദൈവം നിനക്കാ തന്നത്. നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി ദൈവം തന്ന പുണ്യമാണ്. ചേച്ചി, നിങ്ങളുടെ കല്യാണം എല്ലാവരും അംഗീകരിക്കുന്നത് വരെ ഞാനിത് ആരോടും പറയില്ല. അത്ര നിസ്സാരക്കാരനല്ല. അവന് നന്നായിട്ടറിയാം നീ നാഗമടത്തെയാണെന്ന്. തെളിവുകളില്ലാത്തത് കൊണ്ടാണ് അവനിങ്ങനെ പതുങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ അവൻ എന്നെ തൊടുത്തേനെ എന്റെ നേർക്ക് ബ്രഹ്മാസ്ത്രം. നമ്മൾ തമ്മിലുള്ള ബന്ധം അവന് മാത്രമല്ല, അരവിന്ദനും സുബ്രുവിനും കല്യാണിക്കും അറിയാം. സത്യമാണ് പ്രിയങ്കെ, അവർക്കൊക്കെ അറിയാം. പക്ഷേ അവരതെന്താ അഖിലയോട് പറയാത്തെന്നാ ഞാൻ ആലോചിക്കുന്നത്. തെളിവ് കണ്ടെത്തിയ പ്രൈവറ്റ് ഡിറ്റക്ടീവ് ഗിരീഷ് മേനൻ ഇപ്പൊ എന്റെ കസ്റ്റഡിയില്ല. കൊന്നിട്ടില്ല അവനെ ഞാൻ, അതിന് സമയമായിട്ടില്ല. ആരംഭങ്ങൾക്കെല്ലാം അവസാനമുണ്ട് ആന്റി. ആരംഭിച്ചത് അഖിലയെ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. അവസാനിപ്പിക്കുന്നത് ഞാനായിരിക്കും, നാഗമഠത്തെ പ്രിയങ്ക. ഗംഗയും മരുമകളെന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പൊ അഖില കല്യാണത്തെ പറ്റിയൊന്നും പറയുന്നില്ല. വളരെ സൂക്ഷിക്കണം. ഓരോ നിമിഷവും വളരെ കരുതലോടെ ഇരിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെങ്കിലേ കുറുക്കന്റെ കൗശലങ്ങൾ കാണിച്ചെങ്കിലും ഗംഗയെ നിലനിർത്താനൊക്കെ എനിക്കറിയാം. പിന്നെ എന്റെ കാര്യം അത് നോക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. ഗംഗെ, നീ വളരെ ഷാർപ്പായിരിക്കണം ഇനി മുതൽ. ഉറക്കത്തില് വരെ ജാഗ്രതയുണ്ടായിരിക്കണം. ആന്റി, ഒന്ന് കാതോർത്ത് നോക്കിയേ. ജയഭേരിയുടെ മുഴക്കം കേൾക്കുന്നില്ലേ കാതിൽ? ധൈര്യമായിട്ട് പോയിക്കോ. ഗംഗയെ സൂക്ഷിക്കണം. ശരി, വാ.
മേനോനെ ഒളിപ്പിച്ചിരിക്കുന്നത്. അതിന് സംശയമില്ല. അല്ല വലിയുഞ്ഞെ, ഈ മേനോനെ അവൾ അപകടപ്പെടുത്തുവോ? സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി അത് ചെയ്യാനും പ്രിയങ്ക മടിക്കില്ല. പ്രിയങ്കയുടെ ക്യാരക്ടർ അതാണ്. ഉഗ്രവിഷമുള്ള മൂർഖനാവള്. പ്രിയങ്ക മാത്രമല്ല, ഗംഗയും. എനിക്ക് ഗംഗ ആരാണെന്ന് സത്യം അറിയാവുന്ന ഒരു രീതിയിലും ഞാൻ അവളോട് പെരുമാറിയിട്ടില്ല. പക്ഷെ അവളുടെ കരണത്തടിച്ചപ്പോ എന്റെ മനസ്സ് മുഴുവൻ ആ സത്യം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവരുടെ ഈ കള്ളക്കളികൾ അധികം നാൾ മുന്നോട്ട് പോകും. എനിക്കറിയാം. പ്രിയങ്കയ്ക്ക് അതിന് കഴിയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഫയൽ അവിടുന്ന് പൊക്കിയാൽ അത്രയും പെട്ടെന്ന് അഖിലയെ അകത്തേക്കും അയക്കാം. കൊള്ളാം. ചാരിറ്റബിൾ ഫണ്ട് എന്ന വ്യാജേന ഇൻകം ടാക്സ് തട്ടിപ്പ്. മാധ്യമങ്ങൾക്കൊരു ബെസ്റ്റ് സ്കൂപ്പ്. ഈ നിമിഷം മുതൽ ഞാൻ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാം. എങ്കില് ഞാൻ ഇറങ്ങട്ടെ പ്രിയങ്ക? ശ്രീനേട്ടൻ പൊക്കോ. വിലയേറിയ വിവരങ്ങൾ തന്നതിന് നന്ദി. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. അതല്ല സഹദേവേട്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെയോ സഹദേവേട്ടന്റെയോ പേരിലാണ് സമ്പാദ്യമെങ്കിൽ ഓക്കെ. ഇതെല്ലാം തൃച്ചംബരത്തിന്റെ അക്കൗണ്ടിലേക്കല്ലേ? അടുത്ത സെമസ്റ്റർ കൂടിയേ ഉള്ളു മോക്ക്. അവള് പരീക്ഷ കഴിഞ്ഞ് ഇങ്ങോട്ടാ വരുന്നേ. സഹദേവേട്ട, സഹദേവേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. ആന്റി, ഞാൻ പറയുന്നൊന്നും കേക്ക്. അങ്ങനെ അവള് സിന്ദൂരം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സമൂഹ വിവാഹത്തിൽ വെച്ച് അവളുടെ കല്യാണം നടന്നിട്ടുണ്ടെന്നുള്ളതും സത്യം തന്നെയാ. നീ ഒന്ന് എഴുന്നേറ്റ് പോയി തരോ എന്റെ മുന്നിന്ന്. ആന്റി, എന്നെ വിശ്വസിക്കണ്ട. നമുക്ക് ആ സമൂഹ വിവാഹത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? ഒന്നുകിൽ നീരജ ആരും അറിയാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവളുടെ കഴുത്തിൽ ആരാണ് താലി കെട്ടിയെന്നുള്ളതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാലോ. ഈ ആന്റിക്ക് ഇതെന്തു പറ്റി? നീ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ. അതെ ആന്റി. ശരി, ഞാൻ ഗംഗയെ ഒന്ന് കണ്ടിട്ട് വരാം. ആ, നീ എങ്ങോട്ടാ? ഗംഗയെ കാണാൻ. നീ വരണ്ട. ഞാൻ വരണ്ടേ? വേണ്ട, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആന്റി, അയ്യോ, എന്നാലും അതെന്താ? ദേ, ഇതിന് തടയൊന്നും ഇട്ടില്ലെങ്കിലേ വലിയ ആപത്താ. നീ എന്താ ഗംഗേ, ധ്യാനത്തിലാണോ? ആ വാ തുറന്ന് നീ എന്തെങ്കിലും ഒന്ന് പറയേ. ഇതെന്താ പറയുമായ? അപ്പൊ നീ ബാത്റൂമിലായിരുന്നോ? അപ്പൊ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ആരോടാ? അയ്യോ, പ്രിയങ്ക. അതെ, പ്രിയങ്ക. പ്രിയങ്കേ, ശ്രദ്ധ വേണം. പാമ്പിന്റെ ശ്രദ്ധ വേണം. ആളറിഞ്ഞു വേണം സംസാരിക്കാൻ. അയ്യോ, ഞാനത് ഗംഗയാണെന്ന് വിചാരിച്ച് സംസാരിച്ചതല്ലേ. വിചാരങ്ങളല്ല ആന്റി, ലക്ഷ്യത്തിലെത്താൻ ഉറപ്പാണ് വേണ്ടത്. പ്രിയങ്ക ഈ രാത്രിയിൽ തൃച്ചംബരത്തേക്ക് വരണമെങ്കിൽ അതിന് അതിന്റേതായ കാരണം ഉണ്ടാവുമെന്ന് ഊഹിച്ചു കാണുമല്ലോ. പറയാം.
നമ്മുടെ മനസ്സ് വിഷമിക്കുന്നത് പോലെ വിഷമിക്കുന്നുണ്ടാവും അവരുടെയും മനസ്സ്. അഖിലെ അത് അതെ കൃഷ്ണേട്ടാ, ഗംഗ തന്നെയാണ് തൃച്ചംബരത്തെ മൂത്ത മരുമകളെന്ന് ഞാൻ പ്രഖ്യാപിച്ചതൊക്കെ ശരി തന്നെയാ. എന്നാലും അച്ഛനും അമ്മയുമല്ലേ, അവരുടെ മനസ്സും കലങ്ങി മറിഞ്ഞിട്ടുണ്ടാവും. നമ്മളൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവർക്കൊരു സമാധാനമാകുമായിരുന്നു. ഛേ, ഞാനത് ഓർത്തതുമില്ല. അഖില ആ കൃഷ്ണേട്ടാ, ഗുളിക കഴിച്ചില്ലല്ലേ? ഞാനതങ്ങ് മറന്നു. ഇപ്പൊ തരാം. ഇതിൽ ഒരുപാട് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. അധികം വൈകാതെ തന്നെ നമുക്ക് കല്യാണിക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം. ആ, കൃഷ്ണേട്ടൻ ഈ ഓഡിറ്റിന്റെ പേപ്പേഴ്സ് ഒന്ന് സൈൻ ചെയ്തേക്കും. ഞാൻ ഗംഗയോട് അമ്മയോട് എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വരാം. അഖില ദാ വരുന്നു കൃഷ്ണേട്ടാ. കുരുക്കിൽ പെടുത്തണമെങ്കിൽ ഈ കളരിക്കകത്തുള്ള നിങ്ങളുടെ സഹായം എനിക്ക് വേണം. അതിന് അഖില ഇവിടെ ഒപ്പിടാൻ കൊണ്ടുവരുന്ന ഒറിജിനൽ ഇൻകം ടാക്സ് റിട്ടേൺസിന്റെയും ബില്ലുകളുടെയും കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പികൾ വേണം. അത് സൂക്ഷിച്ചിരിക്കുന്നത് ഓഫീസിലല്ല, ഇവിടെ. അത് അഖിലയുടെ ഫയലിൽ നിന്ന് നീ എടുക്കണം. അത് ഞാൻ എടുക്കാം. അത് കയ്യിൽ കിട്ടിയാൽ ഉടനെ അഖിലയുടെ തോൽക്കുന്ന യുദ്ധത്തിന്റെ ശംഖനാഥം മുഴങ്ങും. ഗംഗ, അയ്യോ അഖിലേച്ചി, അഖിലേച്ചി, അയ്യോ പ്രിയങ്കേ. ഗംഗേ, നീ വാതില് തുറന്ന് പുറത്തുനിന്ന് സംസാരിക്കുക. അപ്പൊ ഞങ്ങളെ കാണില്ല. പോ. എന്താ ഗംഗേ, ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ അതാന്റി ഉറങ്ങാൻ പോവായിരുന്നു. അകത്താര? ആരുമില്ല ആന്റി. എന്നിട്ട് അകത്ത് സംസാരം കേട്ടല്ലോ. എനിക്കതറിയാം. ഞാൻ പലപ്പോഴായിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളവരെ വെറുതെ ഉപദ്രവിക്കരുത്. നീ നിന്റെ മുറിയിലേക്ക് പോ. ആ ഗംഗ, ഞാൻ വന്നത് നിന്നോടൊരു കാര്യം പറയാനാ. കല്യാണം മുടങ്ങിയതിനു ശേഷം ഗംഗയുടെ അച്ഛനെയും അമ്മയും കുറിച്ച് വിവരങ്ങളൊന്നുമില്ലല്ലോ. അവരോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ശരി ആന്റി, ഞാൻ പറയാം. ആ, കിടന്നുറങ്ങാൻ നോക്ക്. നനഞ്ഞിരിക്കും. പറയുന്നത് നാഗമെടുത്ത പ്രിയങ്കയാ. ചോര പുരട്ടും ഞാൻ. അതും കൈയെത്തും ദൂരത്ത് നിന്ന്. ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ കാര്യത്തിൽ ജയിലിൽ കയറ്റാൻ പറ്റാത്തതിന്റെ കടം തീർക്കാനാ ഇപ്പോഴെന്റെ ശ്രമം. सेठ जी। हेलो सेठ जी, कैसे हो आप? हाँ, ओह, ओह, अच्छा, ठीक है ठीक है।
നമസ്കാരം. വീട്ടിൽ നല്ല വൈറ്റ് പെയിന്റ് അടിച്ചിട്ടെന്ന് കേട്ടു. നാട്ടിൽ മൊത്തം പാട്ടാണേ. ഏത് പെയിന്റ് അടിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അമ്മ. അതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തേ. അച്ഛാ. ഗുഡ് മോർണിംഗ് ആന്റി. മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് അങ്കിളെ. എല്ലാവർക്കും അറിയണം. കാഴ്ച വെക്കുന്നു. ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമയാണ് അഖിലാണ്ടേശ്വരി. പ്രിയങ്ക പറഞ്ഞ വാക്ക് പാലിച്ചു. കോടികൾ ടേൺ ഓവറുള്ള കമ്പനി ഇത്തരത്തിലൊരു നികുതി വെട്ടിപ്പ് നടത്തിയത് വ്യവസായ ശൃംഖലയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. വർഷാവർഷം 25 കോടിയോളം രൂപ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നു എന്ന ആന്റി ഞാനിപ്പോ